ഹലോ എവ്രിവൺ, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു വ്യക്തി ഒരു റിലേഷൻഷിപ്പിലോ അല്ലെങ്കിൽ അവർ സ്നേഹിക്കുന്ന വ്യക്തിയിലോ അഡിക്റ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക എന്നതിനെ കുറിച്ചാണ്. അതിനായി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് സയൻസ് ഉണ്ട്. ഇത് അവരുടെ പെരുമാറ്റത്തിലൂടെ അല്ലെങ്കിൽ അവരുടെ ബിഹേവിയറിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ കാര്യം, ഈ അഡിക്ഷൻ ഉള്ള ഒരു വ്യക്തിക്ക് എപ്പോഴും ഇങ്ങനെ ഒരു ചിന്തയുണ്ടായിരിക്കും: ആ വ്യക്തി ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു നിമിഷം പോലും എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അവരുടെ പ്രസൻസ് ഇല്ലാതെ, അല്ലെങ്കിൽ അവരുടെ ഒരു കോളോ മെസ്സേജോ അങ്ങനെയുള്ള യാതൊരുവിധ കാര്യങ്ങളും ഇല്ലാതെ എനിക്ക് എൻ്റെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളൊരു തോന്നല് അത് ഇടയ്ക്കിടയ്ക്ക് നിങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ഇങ്ങനെയുള്ള ഒരു അഡിക്ഷൻ ഉണ്ട് എന്നുള്ളതാണ്. ഇത് എപ്പോഴാണ് ഒരു റിലേഷൻഷിപ്പിൽ ബുദ്ധിമുട്ടായി വരുന്നത് അതുകൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഒരു പക്ഷേ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ലൈഫിൽ അങ്ങനെ ഒരു ഫ്ലോയിൽ പോകുന്ന ഒരു വ്യക്തിയായിരിക്കും. എന്നാൽ അവർ സ്നേഹിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് ലൈഫിൽ ഒരു ഗോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡ്രീം അച്ചീവ് ചെയ്യണമെന്ന ആഗ്രഹമുണ്ടെന്ന് വിചാരിക്കുക. സ്വാഭാവികമായിട്ടും അതിനുവേണ്ടി വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അതായത് അതിനുവേണ്ടി നമ്മൾ ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ ആ സമയം ഒരു പക്ഷേ ആ ഒരു ഡ്രീമിന് വേണ്ടി നമ്മൾ വർക്ക് ചെയ്യാൻ തുടങ്ങുന്ന ആ നിമിഷം വരെ നമുക്ക് അവരോട് സംസാരിക്കാനോ അല്ലെങ്കിൽ ആ സമയത്തൊക്കെ നമ്മൾ ഫ്രീ ആയിരിക്കും, അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നു. പക്ഷേ നമ്മൾ വർക്ക് ചെയ്യാൻ തുടങ്ങുന്ന സമയം മുതൽ നമ്മൾ ബിസി ആയി പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു ലൈഫുമായിട്ട് അഡ്ജസ്റ്റഡ് ആവാൻ ഇവർക്ക് പറ്റില്ല എന്നുള്ളതാണ്. കാരണം അവർ അപ്പം മുതൽ ഓവർ തിങ്കിങ് തുടങ്ങും, അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ച് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. കാരണം അവർക്ക് നിരന്തരം ഫുൾ ടൈം മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ കോൾ ചെയ്യുക, അല്ലെങ്കിൽ അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ കാണണം എന്നുള്ള ഒരു ആവശ്യം പ്രകടിപ്പിക്കുക. ഇങ്ങനെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി ഇല്ലാതെ അവരുടെ ലൈഫിൽ ഒരു നിമിഷം പോലും അവർക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥ, ഒരു കാര്യവും ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു രീതിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ അങ്ങനെയുള്ള സംസാരം പ്രവൃത്തികളൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇതാണ് ഒന്നാമത്തെ സൈൻ. ആ വ്യക്തി ആ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ ഒരു പെർട്ടിക്കുലർ വ്യക്തിയിൽ അത്രയും അഡിക്റ്റഡ് ആണ് എന്നതിൻ്റെ. ഇനി രണ്ടാമത്തെ കാര്യം, അവർ പറയുന്നത് എന്താണെങ്കിലും കണ്ണടച്ച് വിശ്വസിക്കുന്ന ഒരു പ്രവണത. അവരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതൊന്ന് റീതിങ്ക് ചെയ്യാനുള്ള ഒരു രീതി, അല്ലെങ്കിൽ അങ്ങനെ റീതിങ്ക് ചെയ്യില്ല എന്നുള്ളതാണ്. എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതാണ് സത്യം എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ തന്നെ വിചാരിക്കുന്നു, അതിനനുസരിച്ച് ലൈഫിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. പലപ്പോഴും ഇങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കുക എന്നൊക്കെ പറയില്ലേ, ആ ഒരു കാര്യമായിരിക്കും ഇവരുടെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം. കാരണം ഇവർ അത്രയും അഡിക്റ്റഡ് ആണ് ആ പേഴ്സണിൽ. അവരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും അത് സത്യമാണ് എന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്ന, അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തികളായിരിക്കും. സോ രണ്ടാമത്തെ ഒരു സൈൻ എന്ന് പറയുന്നത്, എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അത് റീതിങ്കിങ് ചെയ്യാതെ അല്ലെങ്കിൽ ശരിയാണോ തെറ്റാണോ എന്നൊന്നും ചിന്തിക്കാതെ അത് അതുപോലെ വിശ്വസിക്കുകയും അതിനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു വ്യക്തി. മൂന്നാമത്തെ കാര്യം, അവരുടെ ഒരു ഫോൺ കോൾ അല്ലെങ്കിൽ ഒരു മെസ്സേജ് വന്നില്ല എന്നുണ്ടെങ്കിൽ ഡിസ്റ്റർബ്ഡ് ആകുന്നു. മാത്രമല്ല ആ ഒരു ഡിസ്റ്റർബൻസ് ഇറിറ്റേഷനായി മാറുന്നു, അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ പിന്നീട് അതൊരു പ്രശ്നത്തിലേക്ക് നീങ്ങുന്ന രീതിയിലായിരിക്കും അവരുടെ ബിഹേവിയർ ഉണ്ടായിരിക്കുക. ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഭ്രാന്തമായി പെരുമാറുന്ന പോലെയായിരിക്കും ഇവരുടെ ഒരു ആറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ അവർ പെരുമാറുന്ന ഒരു രീതി അങ്ങനെയായിരിക്കും. ചിലപ്പോൾ ആവശ്യമില്ലാത്തൊരു കാര്യത്തിനൊക്കെ വേണ്ടിയിട്ട് വഴക്കിടുക, അല്ലെങ്കിൽ ഓവർ വയലൻ്റായി റിയാക്ട് ചെയ്യുന്ന ഒരു രീതി. സോ ഇത്തരത്തിൽ ഒരു വ്യക്തി ഒരു കുറച്ചു നേരം ഒരു മെസ്സേജ് വന്നില്ല, അല്ലെങ്കിൽ ഒരു കോള് വന്നില്ല, അല്ലെങ്കിൽ മെസ്സേജ് അയച്ചതിന് റീപ്ലൈ കിട്ടിയില്ല, അവരുദ്ദേശിച്ച ഒരു സമയത്ത് റീപ്ലൈ കിട്ടിയില്ല എന്നൊക്കെ, ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടൊക്കെ ഇത്രയും ഓവർ ആക്ടിങ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ വയലന്റ് ആയിട്ടാണ് റിയാക്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത് ഈ ഒരു കാര്യത്തിന്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സൈനാണ്. കാരണം ആ വ്യക്തി അത്രയും അഡിക്റ്റഡ് ആയതുകൊണ്ട്, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയിൽ ഇൻവോൾവ്ഡ് ആയതുകൊണ്ടാണ് അങ്ങനെ റിയാക്ട് ചെയ്യുന്നത്. സോ അഡിക്ഷന്റെ മൂന്നാമത്തെ സൈനാണ് ഇത്. നാലാമത്തെ സൈൻ, അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അവസാനിപ്പിക്കണം എന്ന് എത്രയൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാലും അത് സാധിക്കാൻ പറ്റാത്തൊരവസ്ഥ. കാരണം അത്രയും അഡിക്റ്റഡ് ആയതുകൊണ്ടാണ്. ഒരുപക്ഷെ അവർ ടോക്സിക് ആയിട്ടായിരിക്കും നിങ്ങളോട് പെരുമാറുന്നുണ്ടായിരിക്കുക, അല്ലെങ്കിൽ യാതൊരുവിധ റെസ്പെക്റ്റോ കെയറോ അറ്റൻഷനോ ഒന്നും നൽകുന്നുണ്ടായിരിക്കില്ല. സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ആ റിലേഷൻഷിപ്പ് അവസാനിപ്പിക്കണം, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് ഇന്നുകൊണ്ട് വളരെ അൺഹാപ്പിയാണെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയുന്നുണ്ടായിരിക്കും. സ്റ്റിൽ നിങ്ങൾക്ക് ആ റിലേഷൻഷിപ്പ് അവസാനിപ്പിക്കാൻ അല്ലെങ്കിൽ അത് നിർത്തണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാലും അതിന് പറ്റാത്ത ഒരു അവസ്ഥ. എങ്ങനെയൊക്കെ ചിന്തിച്ച് തുടങ്ങിയാലും അവസാനം നിങ്ങൾ ഓക്കെ ആ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യാം, അല്ലെങ്കിൽ എനിക്കത് സാധിക്കുന്നില്ല എന്ന രീതിയിലേക്കാണ് നിങ്ങളുടെ ആ ഒരു തോട്ട് പോകുന്നത് എന്നുണ്ടെങ്കിൽ അതാണ് അഡിക്ഷന്റെ മറ്റൊരു സൈൻ. നെക്സ്റ്റ്, ആ റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് യാതൊരുവിധ റെസ്പെക്റ്റോ
അല്ലെങ്കിൽ ഒരു അറ്റൻഷനോ കെയറോ ഒന്നും ലഭിക്കുന്നുണ്ടായിരിക്കില്ല. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ യാതൊരുവിധ വാല്യൂവും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ ഒരു വാല്യൂ ഉള്ള പേഴ്സൺ ആണ് എന്ന രീതിയിൽ നിങ്ങൾ ട്രീറ്റ് ചെയ്യപ്പെടുന്നുണ്ടായിരിക്കില്ല. പക്ഷേ സ്റ്റിൽ നിങ്ങൾക്ക് ആ റിലേഷൻഷിപ്പിൽ നിൽക്കണമെന്ന ഉള്ള ഒരു തോന്നൽ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് സിറ്റുവേഷൻ എന്ന് അറിഞ്ഞു കഴിഞ്ഞാലും വീണ്ടും വീണ്ടും അവരുടെ പുറകെ പോകുന്ന ഒരു ടെൻഡൻസി, അല്ലെങ്കിൽ അവരുടെ പുറകെ പോകുന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങൾ ആ വ്യക്തിയിൽ അഡിക്റ്റഡ് ആണ് എന്നുള്ളതിന്റെ മറ്റൊരു ക്ലിയർ ആയിട്ടുള്ള സൈൻ. നെക്സ്റ്റ് വൺ, ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി എന്തെങ്കിലും ഒരു റീസൺ പറഞ്ഞുകൊണ്ട് ആ റിലേഷൻഷിപ്പ് അവസാനിപ്പിക്കാം എന്ന് നിങ്ങളോട് ആവശ്യപ്പെടുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ വീണ്ടും വീണ്ടും അവരുടെ പുറകെ ബെഗ് ചെയ്തുകൊണ്ട്, അതായത് റിയാലിറ്റി എന്താണ് അല്ലെങ്കിൽ അവർ പറഞ്ഞ റീസൺ എന്താണ് എന്നൊന്നും ചിന്തിക്കാതെ, അതിനെക്കുറിച്ചൊന്നും ആലോചിക്കാതെ ആ റിലേഷൻഷിപ്പ് എങ്ങനെയെങ്കിലും നിലനിർത്തിയാൽ മതി എന്ന ഒരൊറ്റ ആറ്റിറ്റ്യൂഡിൽ ആ ഒരു വ്യക്തിയുടെ പുറകെ പോകുന്ന ഒരവസ്ഥ, അത് അവരെ ബെഗ് ചെയ്തുകൊണ്ടായിരിക്കാം, നിരന്തരം കോൾ ചെയ്യുന്നതായിരിക്കാം, നിരന്തരം മെസ്സേജ് ചെയ്യുന്നതായിരിക്കാം. ഇത്തരത്തിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ എന്ത് പറഞ്ഞിട്ടാണെങ്കിലും അല്ലെങ്കിൽ എങ്ങനെയൊക്കെ അവരോട് ബിഹേവ് ചെയ്തിട്ടാണെങ്കിലും ആ റിലേഷൻഷിപ്പ് നിലനിർത്തിയേ പറ്റൂ എന്നുള്ള ഒരു ടെൻഡൻസി, ആ രീതിയിലാണ് നിങ്ങൾ പെരുമാറുന്നത് എന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്ക് ഈ ഒരു അഡിക്ഷൻ ഉണ്ട് എന്നുള്ളതാണ്. ഈ പറഞ്ഞ സൈൻസ് എല്ലാം ഒരു വ്യക്തിയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയിലോ അതല്ല നിങ്ങളിലോ നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക ആ വ്യക്തിയിൽ നിങ്ങൾ അത്രയും അഡിക്റ്റഡ് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ പ്രവർത്തിക്കാനുള്ള അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി വരുന്നത്. ഇത് തീർച്ചയായും മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം നമ്മൾ സെൽഫ് ലവ് എന്ന് പറയുന്ന ഒരു കാര്യം ഇൻക്രീസ് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സെൽഫ് ലവ് മാക്സിമൈസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള അഡിക്ഷൻസ് ഒഴിവാക്കിക്കൊണ്ട് വളരെ നോർമൽ ആയിട്ടുള്ള, വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. സോ ഇത്തരത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള ലവ് അഡിക്ഷൻ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതിനൊരു സൊല്യൂഷൻ വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ലവ് എനർജി മാക്സിമൈസ് ചെയ്ത് അല്ലെങ്കിൽ സെൽഫ് ലവ് മാക്സിമൈസ് ചെയ്ത് ഒരു സൊല്യൂഷൻ കണ്ടെത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് ഞങ്ങൾ നൽകുന്നുണ്ട്. താല്പര്യമുള്ള ആളുകൾക്ക് മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്